Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon. ഹെൽത്ത് കെയർ സിസ്റ്റംസിന്റെ ഇന്ത്യയൊക്കെ വായിച്ചോ നിങ്ങൾ? റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? പറഞ്ഞിട്ട് ജാസ്മിൻ Yes, teacher. ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് നമുക്ക് നോക്കാം. എഴുതിയെടുക്കട്ടോ നിങ്ങള്, എന്നിട്ട് ആൻസർ ചെയ്യട്ടോ. Okay, teacher. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. നാഷണൽ ഹെൽത്ത് പോളിസി വാസ് പ്രൊക്ലൈംഡ് ഫോർ നാഷണൽ ഹെൽത്ത് പോളിസി വാസ് proclaimed for the first time in dash. Teacher, another question. National health policy was proclaimed for the first time in dash. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ലാസ്റ്റ് ഞാൻ പറയാം. ഇപ്പൊ നിങ്ങൾ ആൻസർ ചെയ്യണ്ട. ഇത് ഈ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ആൻസർ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ അല്ലേ? Okay, teacher. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് NHPs, നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് NHPs was implemented in which stage? Was implemented in which stage? Third question, how many people served in sub-center? How many people served in sub-center? Fourth question, service within the wall of hospital called as service within the wall of hospital called as dash. Service within the hospital, service within the wall of hospital called as dash. Next question, which of the following does not come under? Which of the following does not come under the extramural function? The extramural function. Extramural function of hospital. Which of the following does not come under the extramural function of hospital? Option A, outpatient service. In option ഉണ്ട് കേട്ടോ. Option A, outpatient service. Option B, home care service. Option B, home care service. Option C, mobile clinics. Option C, mobile clinics. Option D, restorative. Option D, restorative.
ഓക്കെ, ആൻസർ ചെയ്തോളൂ കേട്ടോ. ആൻസർ ചെയ്ത് കഴിഞ്ഞവര് പറയാം കേട്ടോ. കഴിഞ്ഞ ടീച്ചർ കഴിഞ്ഞല്ലേ? ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ എന്താ? 1983. 1983. തുഷാര ഷാരോൺ 1983 ആണ് എഴുതിയേ. കിട്ടിയോ? അതെ, കിട്ടി. കിട്ടിയല്ലേ? ഓക്കെ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനോ? നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് വാസ് ഇംപ്ലിമെന്റഡ് ഇൻ വിച്ച് സ്റ്റേജ്? സെക്കൻഡ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് അല്ലേ? ഓക്കെ. നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസിന്റെ ഷോർട്ട് ഫോം എന്താ? NHPs അല്ലേ? NHPs പ്രോഗ്രാംസ്. അതിന്റെ പ്രത്യേകത എന്താ? സ്പെഷ്യാലിറ്റി എന്താ? എവിടെയാ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? NHPs റൂറൽ ഏരിയാസ്. റൂറൽ ഏരിയാസിലാണ് അല്ലേ? ഓക്കെ. അപ്പൊ തേർഡ് ഫേസിന്റെ സ്പെഷ്യാലിറ്റി എന്താ? തേർഡ് പോസ്റ്റ് 2000 ശേഷം പ്രൈവറ്റ് പബ്ലിക്. പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ്. പിന്നെ ഒരെണ്ണം കൂടിയിട്ടുള്ള ഒരു പോയിന്റ് കൂടി ഇൻഷുറൻസ്. ലിബറലൈസേഷൻ ഓഫ് ഇൻഷുറൻസ്. അപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റേജിൽ എന്താ പ്രത്യേകത? ഫസ്റ്റ് സ്റ്റേജില് ഫസ്റ്റ് ഫേസ് ഉണ്ടല്ലോ, അതിനകത്ത് രണ്ടെണ്ണം പറയുന്നുണ്ടല്ലോ, രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങള് എന്തായിരുന്നു? ലാക്ക് ഓഫ് പേ ഉണ്ട്, ഹെൽത്ത് കെയർ ഡിനൈ ചെയ്യാൻ പാടില്ല. രണ്ട് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഫസ്റ്റ് ഫേസിൽ രണ്ട് പ്രിൻസിപ്പിൾസ്. None should be denied health care because of the lack of pay. And second one is it was the moral duty of the state to provide health care to the people. Okay. Ini third question. How many people served in sub-center? 5,000. 5,000 അല്ലേ? 5,000. തുഷാര 5,000 ആണ് അതിനെ. ഷാരോണിന് കിട്ടിയോ? കിട്ടിയായിരുന്നു മിസ്സേ. കിട്ടിയായിരുന്നു അല്ലേ? ഓക്കെ. സബ് സെന്ററിൽ 5,000. അപ്പൊ PHC-യിലാണെങ്കിൽ എത്രയാ? 30,000. ഓക്കെ. CHC-ലോ 1,20,000 പീപ്പിൾ അല്ലേ? ഓക്കെ. PHC-യുടെ ഫുൾ ഫോം എന്താ? പ്രൈമറി ഹെൽത്ത് സെന്റർ. പ്രൈമറി ഹെൽത്ത് സെന്റർ. CHC ആണെങ്കിലോ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. ഞാൻ ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അപ്പൊ ഇതൊക്കെ എന്തായാലും പഠിക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രം ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് കാര്യങ്ങളുമാണ് ഞാൻ പറയുന്നത് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാവുന്നില്ലേ? ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? Okay. Next question. Service within the wall of hospital called as dash. എന്താ പറയുന്നതിനെ? ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ അല്ലേ? ഓക്കെ. ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് എന്താ ഡെഫിനിഷൻ? കറക്റ്റ് എന്താ പറയുന്നത് നമ്മള്? സർവീസ് വിത്തിൻ ദ വാൾ ഓഫ് ഹോസ്പിറ്റൽ. സർവീസ് വിത്തിൻ ദ വാൾ ഓഫ് ഹോസ്പിറ്റൽ അല്ലേ? അതിനകത്ത് എത്ര പോയിന്റ്സ് വരുന്നുണ്ട്? ഇൻട്രാമ്യൂറൽ ഫംഗ്ഷനിലെ പോയിന്റുകളായിട്ട് മാത്രം പറയുകയാണെങ്കിൽ എക്സ്പ്ലനേഷൻ അല്ലാതെ 4 points. ഏതൊക്കെയാ? ഫസ്റ്റ് പോയിന്റ് എന്താ ഇൻട്രാമ്യൂറൽ ഫംഗ്ഷനിലെ? റിസ്റ്റോറേറ്റീവ് അല്ലേ? സെക്കൻഡ് വൺ ഈസ് പ്രിവെന്റീവ്. ഓക്കെ. തേർഡ് വൺ ഈസ് Education. റിസർച്ച്. Okay. Next question. Which of the following does not come under the extramural function of hospital? ഏതാ വരുന്നത്? ഓപ്ഷൻ തന്നിട്ടുണ്ട്.
Restorative. റിസ്റ്റോറേറ്റീവ് അല്ലെ? റിസ്റ്റോറേറ്റീവ് എന്തില് വരുന്നതാ? Intramural. റിസ്റ്റോറേറ്റീവ് ഇൻട്രാമ്യൂറൽ വരുന്നതാണ് അല്ലെ? അപ്പൊ ഒന്ന് പറഞ്ഞേ, എക്സ്ട്രാമ്യൂറൽ ഫംഗ്ഷന്റെ പോയിന്റ്സ് എന്തൊക്കെയാ വരുന്നത്? Outpatient service. ഔട്ട് പേഷ്യന്റ് സർവീസ്, Home care. ഹോം കെയർ സർവീസ്, Mobile clinics. മൊബൈൽ ക്ലിനിക്സ്, Daycare center. ഡേ കെയർ സെന്റർ, Hospital. ഹോസ്പിറ്റൽ, Medical care camp. മെഡിക്കൽ കെയർ ക്യാമ്പ് അല്ലെ? ഓ, ചാപ്റ്റർ 3 നിങ്ങൾക്ക് കുഴപ്പം ഡൗട്ട് ഒന്നും ഇല്ലല്ലോ, പ്രശ്നമില്ലല്ലോ, വായിച്ചാൽ മനസ്സിലാവില്ലേ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്നത് കേട്ടോ. Yes. അപ്പൊ നമുക്ക് ചാപ്റ്റർ 4 നോക്കാം. Yes, teacher. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ, ചാപ്റ്റർ 4 ഫസ്റ്റ് ക്വസ്റ്റ്യനാ പറയുന്നേ. സൈസ് ഓഫ് ഹോസ്പിറ്റൽ is generally measured by the number of dash. Size of hospital is generally measured by the number of dash. Okay. Second question is, dash hospitals have plentiful resources. Dash hospitals have plentiful resources. Third question, the full form of PGI. The full form of PGI. The full form of PGI. Fourth question. On the basis of system of medicine, hospital can be classified into dash. അതിന് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഓപ്ഷൻ എഴുതാ. ഓപ്ഷൻ എ ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, ഓപ്ഷൻ എ ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, ഓപ്ഷൻ ബി ആയുർവേദ ഹോസ്പിറ്റൽ, ഓപ്ഷൻ സി യുനാനി ഹോസ്പിറ്റൽ, ഓപ്ഷൻ ഡി all of the above. All of the above. Okay, next question.
dash hospitals dash hospitals are built in such a manner that gives it a feel of a home-like environment rather than a hospital. ഒന്നുകൂടി പറയാട്ടോ. Dash hospitals are built in such a manner that gives it a feel of a home-like environment rather than a hospital. Next question. ഓക്കെ, ഇതിൽ ഇത് അത്ര മതി കേട്ടോ. ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ നിങ്ങള്. ആൻസർ ചെയ്തോ? ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ എന്താ വരുന്നേ? ഇൻപേഷ്യന്റ് ബെഡ്സ് അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് അല്ലെ, അതായത് ഹോസ്പിറ്റലിനെ നമുക്ക് എന്താണ് ക്ലാസിഫൈ ചെയ്ത് അല്ലെ, ഒരേ അതായത് സൈസിന്റെ അടിസ്ഥാനത്തിൽ ഇൻപേഷ്യന്റ് ബെഡ്സിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മള് ഒരു ഹോസ്പിറ്റലിലെ സൈസ് നമ്മള് നിർണ്ണയിക്കുന്നത് അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ എത്ര ബെഡ്സ് ഉണ്ട് എന്നതിന്റെ ബേസിലാണ് നമ്മള് ആ ഹോസ്പിറ്റലിലെ സൈസ് നമ്മള് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ പലതരത്തിൽ എന്തുണ്ട്, ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് സൈസിന്റെ അടിസ്ഥാനത്തിലുണ്ട്, ലെവൽ ഓഫ് കെയർ, ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്, ഓണർഷിപ്പ്, സിസ്റ്റം ഓഫ് മെഡിസിൻ, ലെങ്ത് ഓഫ് സ്റ്റേ, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത് ഹോസ്പിറ്റലിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, അതിന്റെ ആൻസർ എന്താ വരുന്നത്? ലാർജ് ഹോസ്പിറ്റൽ അല്ലെ. അപ്പോ സൈസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ എന്താണ്, നമുക്ക് ഹോസ്പിറ്റൽസിനെ സ്മോൾ ഹോസ്പിറ്റൽ എന്നും അതുപോലെ തന്നെ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ നിന്നും ലാർജ് ഹോസ്പിറ്റൽ എന്നും ഡിവൈഡ് ചെയ്യുക അല്ലെ. അപ്പൊ സ്മോൾ ഹോസ്പിറ്റൽ ബെഡ്സിന്റെ എത്ര എണ്ണ വരുന്നത്? ഹൗ മെനി ബെഡ്സ് ഇൻ സ്മോൾ ഹോസ്പിറ്റൽ? 30 or less അല്ലെ. ഓക്കെ, ഇനി സ്പെഷ്യാലിറ്റി എന്താ? സ്മോൾ ഹോസ്പിറ്റലുകളുടെ സ്പെഷ്യാലിറ്റികൾ എന്തൊക്കെയാ? ഒരാള് പറഞ്ഞേ, ജിനു പറഞ്ഞേ, സ്മോൾ ഹോസ്പിറ്റലിലെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാ പറയാമോ? 30 or less beds are generally recognized, limited resources, and do not offer high-end care. Majority of the hospital in India hospital are small hospitals, especially in urban and rural areas. Okay. Jasmine, mid-sized hospital specialties എന്താ? What is the features of mid-sized hospital? They have 30 to 100 beds. They have more resources than small hospital. And also provide better equipment. They give clinical support such as diagnostic. Okay. Tushara, what are the features of large hospitals? More than 100 beds ഉണ്ടാവും. മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസസ് ഓഫർ ചെയ്യുന്നുണ്ട്. Plentiful of resources to handle large number of patients and complex health issues. They have completely developed ICU, operation theatre complex, emergency care units and all other clinical support units, laboratory and radiology. Okay. Next question. എന്തായിരുന്നു? നാലാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആൻസർ എന്താ വരുന്നത്?
Full ആരാ form പറയാ? All the above. ഏതാ? കേട്ടില്ല. On the basis of system of medicine, hospital can be classified into dash. ആ ഏതാ വരുന്നേ? All the above. Homeopathy. ഓൾ ഓഫ് ദ എബോവ് ആണല്ലോ വരുന്നത്. സിസ്റ്റം ഓഫ് മെഡിസിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ നമുക്ക് എന്തൊക്കെയായിട്ട് തരംതിരിക്കാം? അതായത് ഓരോ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി സിസ്റ്റം ഓഫ് മെഡിസിന്റെ അടിസ്ഥാനത്തില് നമുക്ക് ഹോസ്പിറ്റലിനെ അലോപ്പത്തിക് ഹോസ്പിറ്റൽ എന്നും ഹോമിയോപ്പതി ഹോസ്പിറ്റൽ എന്നും ആയുർവേദ ഹോസ്പിറ്റൽ എന്നും യുനാനി ഹോസ്പിറ്റൽ എന്നും നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം അല്ലെ? ഓപ്ഷനിൽ എല്ലാരും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആൻസർ എന്ത് വരുന്നത്? ഓൾ ഓഫ് ദ എബോവ് കേട്ടോ. ഓക്കെ. ഇനി full form of PGI. അത് പറഞ്ഞില്ല അല്ലേ? ഓക്കെ ഓക്കെ. എന്താണ് ഫുൾ ഫോം ഓഫ് PGI? Postgraduate. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എന്ത്? PGI എന്ന് പറയുന്നത് കേട്ടോ. അതെന്തിലാ വരുന്നേ? ഇതിനകത്ത് നമ്മൾ കണ്ടത് PGI. Public. Central government. ആരുടെ ഓണർഷിപ്പാ PGI? Central government. സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലാണ് എന്ത് വരുന്നത്? PGIs വരുന്നത് കേട്ടോ. എയിംസും അതുപോലെ തന്നെ PGI ഒക്കെ എന്തിട്ടാണല്ലോ വരുന്നത്? അത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഹോസ്പിറ്റൽ ഓൺ ദ ബൈ ഗവൺമെന്റ് ആണ് ഇത് PGI കേട്ടോ. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇത് PGI എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. ഇനി പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണെങ്കിൽ ഓൺ ചെയ്തിരിക്കുന്നത് ആരാണ്? പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആണെങ്കിൽ ആരാ ഓണർ പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ? Private individuals. പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് അല്ലേ? ഓക്കെ. ഇനി മുനിസിപ്പൽ ഹോസ്പിറ്റൽസ് ആരാ മാനേജ് ചെയ്യുന്നത്? മുനിസിപ്പൽ ഹോസ്പിറ്റൽസ് District administration. ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അല്ലേ? ഓക്കെ. അപ്പോ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ ആരാ? കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ ഓണർ ആരാ? company. Private company. ഒരു പ്രൈവറ്റ് കമ്പനി ആയിട്ട് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കമ്പനിയാണ് എന്ത്? കോർപ്പറേറ്റ് ഹോസ്പിറ്റലിന്റെ ഓണർ ആയിട്ട് വരുന്നത് കേട്ടോ. അത് നമ്മുടെ ഇപ്പൊ പോപ്പുലർ ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള പല പ്രൈവറ്റ് കമ്പനികളുണ്ട്. അവരൊക്കെ എന്താണ്? അവരുടെയൊക്കെ അണ്ടറിൽ എന്തുണ്ട്? ഹോസ്പിറ്റൽസ് ഉണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ. ഫിഫ്ത് ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ വരുന്നതിന്? ഫിഫ്ത് ക്വസ്റ്റ്യൻ Long stay hospital. ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ ആണ് അല്ലെ? അതായത് ലെങ്ത് ഓഫ് സ്റ്റേയുടെ ബേസിൽ ഹോസ്പിറ്റൽസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ, രണ്ട് ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ അല്ലെ? ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് പേഷ്യൻസ് എന്താണ്? കുറച്ച്, അതായത് 1-2 ദിവസം അല്ലെങ്കിൽ 20 ദിവസം വരെ പേഷ്യൻസ് അവരുടെ ട്രീറ്റ്മെന്റിനായിട്ട് സ്റ്റേ ചെയ്യുന്ന ഹോസ്പിറ്റലാണ് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ അല്ലെ? നമ്മള് യൂഷ്വലി, അതായത് നമ്മൾ നോർമലി എപ്പോഴും നമ്മൾ സ്റ്റേ ചെയ്യുക, അതായത് എന്തെങ്കിലും അസുഖം വരുമ്പോൾ സാധാരണ ആളുകൾ സ്റ്റേ ചെയ്യുന്നത് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റലാണ്. എന്നാല് നമ്മുടെ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ ആണ് അല്ലെ? അതായത് അത് നമുക്ക് എന്താണ്? ഒരു ഹോം ലൈക്ക് എൻവയോൺമെന്റ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം എന്താ? ഇവിടെ ആളുകൾ താമസിക്കുന്നത് ഷോർട്ട് ടൈം പീരീഡിനേക്കാളും കൂടുതലാണ് അല്ലെ? ഇവിടെ ഒരു പീരീഡ് വരുന്നത് എന്താണ്? ചിലപ്പോൾ മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ എടുത്തിട്ടാണ് ആളുകൾ ഇവിടെ താമസിക്കുന്നത്. അതിന് എക്സാമ്പിൾ വരുന്നത് മെന്റൽ ഹോസ്പിറ്റൽ ഒരു ലോങ് സ്റ്റേ ഹോസ്പിറ്റലിന് ഉദാഹരണമാണ്. നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ? എന്താ പറയാ, കുറെ, അതായത് മെന്റൽ ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ആളുകൾ തമ്മിൽ എന്താ പരസ്പരം അവിടെ എന്താ, അതായത് പരസ്പരം അവർക്ക് എന്താ പറയാ, കൂടുതലായിട്ടുള്ള കാര്യങ്ങളോ, കാരണം പലരുടെയും മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് വീക്ക് ആയിരിക്കും. പക്ഷെ അവർക്കറിയാം, അന്യോന്യം അറിയാം, ഇന്ന ആളാണ്, അല്ലെങ്കിൽ എന്റെ കൂടെ താമസിക്കുന്ന, അല്ലെങ്കിൽ എന്റെ കൂടെ ബെഡ് ഷെയർ ചെയ്യുന്ന, അല്ലെങ്കിൽ എന്റെ കൂടെ വാർഡ് ഷെയർ ചെയ്യുന്ന ആളുകളാണെന്ന് അറിയാം. അവര് തമ്മിലൊരു ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പും വന്നിട്ടുണ്ടാവും കുറെ നാൾ അവിടെ താമസിക്കുമ്പോൾ. അപ്പൊ ഒരു വീട് പോലെ, അല്ലെങ്കിൽ ഒരു വീട് പോലത്തെ ഒരു അന്തരീക്ഷം നമുക്ക് തരുന്ന ഹോസ്പിറ്റലാണെന്ത്? ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡി അഡിക്ഷൻ സെന്റർ, അങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ ഉണ്ട് അല്ലെ? അതായത് ഇപ്പോ മദ്യപാനം നിർത്താനുള്ള ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ആളുകൾ താമസിക്കുന്നത് 6 മാസമൊക്കെയാണ്. ഓക്കെ. അപ്പൊ അവരെന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു വീട് പോലെയാണ് അവിടെയുള്ള ആളുകൾ കഴിയുന്നത്. അതിന്റെ ഒരു അന്തരീക്ഷമാണ് നമുക്ക് തരുന്നത്. അങ്ങനെയുള്ള ഹോസ്പിറ്റലിനെയാണ് ഇത് പറയുന്നത് ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ.
നിങ്ങൾ ഈ അബ്രീവിയേഷൻ എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നോ മുമ്പ്? കാണുന്നുണ്ടോ നിങ്ങള്? എഴുതാത്തവരാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. അത് ആരെങ്കിലും എഴുതിയെടുക്കാത്തവരുണ്ടോ? തുഷാര, ജാസ്മിൻ എഴുതിയിട്ടുണ്ടോ ഇത് മുമ്പ്? ഇല്ല മിസ്സേ. ഒന്ന് എഴുതിയിട്ടുണ്ടോ? അബ്രീവിയേഷൻ ആണ്, ഇത് എക്സാമിന് വരും കേട്ടോ. എഴുതിയിട്ടില്ല ടീച്ചർ. ആ, എഴുതിയെടുത്തോളൂ. ടൈം തരാം, എഴുതിക്കോളൂ കേട്ടോ. ടീച്ചർ ആ ഏത് അബ്രീവിയേഷൻസ് ടീച്ചർ? ഇത് ഹെൽത്ത് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട അബ്രീവിയേഷൻസ് ആണ് കേട്ടോ. PHC നിങ്ങൾക്ക് അറിയാം, പ്രൈമറി ഹെൽത്ത് സെന്റർ ആണ്. FHC ഫാമിലി ഹെൽത്ത് സെന്റർ, CPHC കോംപ്രഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയർ. അതുപോലെ സ്വാജ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു എയർവേ ഡിസീസ് കേട്ടോ. സ്വാജ് എന്ന് പറയുന്നത് അതായത് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഉണ്ടല്ലോ. ഓക്കെ, വായുവിലൂടെ പകരുന്ന രോഗങ്ങളുണ്ട്. ആ രോഗങ്ങളെ തടയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നമ്മൾ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? ആ ഒരു സ്റ്റെപ്പിനെയാണ് എന്താ പറയുന്നത്, സ്വാജ് എന്ന് പറയുന്നത് കേട്ടോ. സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു എയർവേ ഡിസീസസ്. അതുപോലെ തന്നെ COPD ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസസ്, അതായത് നമ്മുടെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങളാണ് എന്താ പറയുന്നത്, COPD എന്ന് പറയുന്നത്. ആശ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിറ്റീസ്, അതായത് നമ്മുടെ അംഗൻവാടികളിൽ അല്ല നമ്മുടെ വാർഡിലുള്ള ആശാ വർക്കറിന്റെ ഫുൾ ഫോം ആണ് കേട്ടോ അത്, അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിറ്റീസ്. പിന്നെ AWW എന്ന് പറയുന്നത് അംഗൻവാടി വർക്കറെയാണ്. പിന്നെ WHSNC എന്ന് പറയുന്നത് വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റി. നമ്മുടെ വാർഡ് തലത്തില് നമ്മുടെ വാർഡിൽ നമുക്ക് ഒരു മെമ്പർ ഉണ്ടാവുമല്ലോ. ആ മെമ്പർ എന്താ പറയാ അധ്യക്ഷനായിട്ടുള്ള ഒരു സമിതിയാണത് ഈ ഒരു WHSNC എന്ന് പറയുന്നത്. അതിനെ പറയുന്ന പേരാണ് വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റി. ഇപ്പൊ വാർഡ് തലത്തിൽ ഇപ്പൊ നിങ്ങളുടെ ഗ്രാമപ്രദേശങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്നത് ഇപ്പോ ഒന്നില്ലെങ്കിൽ ഒരു വാർഡിലാകാം അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയിലാകാം. ആ വാർഡിൽ എന്തുണ്ട്, ഈ ഒരു കമ്മിറ്റി നിലവിലുണ്ട്. ഓക്കെ, ഗ്രാമസഭയൊക്കെ കൂടുമ്പോൾ ഇതിനകത്തെ ഒരു റെപ്രസെന്റേറ്റീവ് അവിടെ എന്തായാലും ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോ കൂടുതലായിട്ട് അറിയുന്നുണ്ടാവില്ല, പക്ഷെ വാർഡ് തലത്തിൽ ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ പഞ്ചായത്തിൽ നിന്നൊക്കെ ആളുകൾ വരുമല്ലോ, ചെക്കൊക്കെ ചെയ്യാൻ വരില്ല. ഇപ്പൊ മഴക്കാലമൊക്കെ ആകുമ്പോ ചിരട്ടയില് വെള്ളം നിറയുന്നുണ്ടോ, അല്ലെങ്കിൽ കാലി ബക്കറ്റൊക്കെ പരിസരത്തൊക്കെ വെറുതെ കിടക്കുന്നുണ്ടോ, അതിനകത്തൊക്കെ വെള്ളം ഉണ്ടോ, അല്ലെങ്കിൽ പൂത്താടികൾ വളരുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ ആളുകൾ വരും. ഓക്കെ, റെയിനി സീസൺ ഒക്കെ ആകുമ്പോ. അപ്പൊ അവരുടെ കൂട്ടത്തില് ഈ ഒരു ആളുണ്ടാവും കേട്ടോ. ഈ ഒരു WHSNC എന്ന് പറയുന്ന വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റിയുടെ റെപ്രസെന്റേറ്റീവ്സും നമ്മുടെ വാർഡിൽ നിന്ന് ഉണ്ടാവും. നിങ്ങൾ കണ്ടിട്ടില്ലേ, വരുന്നത് കണ്ടിട്ടില്ലേ നിങ്ങള്? ഉണ്ടല്ലേ, ഓക്കെ.
ഓക്കെ, എഴുതിയെടുത്തോ? ഇല്ല ടീച്ചർ. എഴുതിയിട്ടില്ല. ഓക്കെ ഓക്കെ. എഴുതി കഴിയുമ്പോ ഒന്ന് പറയാം കേട്ടോ. കഴിഞ്ഞ ടീച്ചർ. കഴിഞ്ഞല്ലേ? ഓക്കെ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ, ഏകദേശം ക്ലിയർ ആയില്ലേ? ഇമ്പോർട്ടന്റ് പോയിന്റുകൾ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറഞ്ഞു തന്നെ കേട്ടോ. ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ചാപ്റ്റർ ഏതാ നമ്മുടെ? 4 കഴിഞ്ഞാൽ അടുത്തത് ഞാൻ എടുക്കുന്നേ ഔട്ട് പേഷ്യൻ. ഔട്ട് പേഷ്യന്റ് സർവീസ് അല്ലേ? ഓക്കെ. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is an objectives of OPD? Which of the following is an objectives of the OPD? Option A, providing quality of care. Option A, providing quality of care. Option B, modern techniques for investigation and treatment. Modern techniques for investigation and treatment. Option C, facilities for total patient satisfaction. Facilities for total patient satisfaction. Option D, all of the above. Option D, all of the above. Second question, which of the following is included in clinical area? Which of the following is included in clinical area? Which of the following is included in clinical area? Option A, consultation. Option B, account. Option B, account. Option C, billing. Option C, billing. Option D, storeroom. Option D, storeroom. Okay.
Next question. Based on a type of a patient, patients can be divided into option A2, option B4, option C3, option D5. Next question. Who is customer service centered employee? Who is customer service centered employee? Option A, nurse. Option B, guest relation officer. Option C, patient counselor. Option D, none of the above. Option D, none of the above. Okay. 4 question ഉള്ളൂ കേട്ടോ. ആൻസർ ചെയ്തോ? Yes, teacher. എല്ലാരും ചെയ്തോ? ഷാരോൺ ആൻസർ ചെയ്തോ? 3 കിട്ടിയില്ല മിസ്. ഏത് കിട്ടിയില്ല? മൂന്നാമത്തെ. ഓക്കെ, ആൻസർ പറയാം കേട്ടോ. ഏതാണ് ഫസ്റ്റ് ക്വസ്റ്റിന് ആൻസർ എന്താ വരുന്നേ? All of the above. ഓൾ ഓഫ് ദ എബോവ് ആണ് അല്ലെ. ഇത് നോക്കി നമ്മള് ഈ ഒരു സ്ലൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഒബ്ജക്റ്റീവ്സ് ഓഫ് OPD കണ്ടോ. OPDയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? പ്രൊവൈഡിങ് ക്വാളിറ്റി ഓഫ് കെയർ പ്രൊവൈഡ് ചെയ്യുക. ആളുകൾ വരുമ്പോൾ അവരെന്ത് ചെയ്യുക? അവർക്ക് നല്ല രീതിയിലുള്ള പരിചരണം കൊടുക്കുക. മോഡേൺ ടെക്നിക്സ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്, അവർക്ക് കൊടുക്കുന്ന പരിചരണത്തിലും ചികിത്സയിലും എന്ത് ചെയ്യുക? പുതിയ ടെക്നിക്സുകൾ അപ്ലൈ ചെയ്യാം. മൂന്നാമത്തെ പോയിന്റ്, ഫെസിലിറ്റീസ് ഫോർ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, അതായത് പേഷ്യന്റ് സംതൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്തു കൊടുക്കുക. ഗുഡ് പബ്ലിക് റിലേഷൻ, ആളുകളുമായിട്ട് നല്ല രീതിയിലുള്ള റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഈ 4 എണ്ണമാണ് എന്തിൽ വരുന്നത്? ഒബ്ജക്റ്റീവ്സ് ഓഫ് OPD വരുന്നത്. അതിനകത്ത് ഞാൻ 3 പോയിന്റ്സും ഓൾ ഓഫ് ദ എബോവ് ആണ് പറഞ്ഞത്. അപ്പൊ അതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നത് ഓൾ ഓഫ് ദ എബോവ് ആണ് കേട്ടോ. ഓക്കെ, അതുകൂടാതെ നമ്മൾക്കറിയാം ഇൻട്രൊഡക്ഷനിൽ പറയുന്നുണ്ട് ചില സർവീസുകൾ OPD കൊടുക്കുന്നുണ്ട്. അതിന്റെ പോയിന്റ് വൈസ് നോക്കുവാണെങ്കിൽ ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ, റിഹാബിലിറ്റേഷൻ. ഈ 6 പോയിന്റ് എന്ത് ചെയ്യണം? അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. എക്സ്പ്ലനേഷൻ മനസ്സിലാക്കി വെച്ചാൽ മതി, പക്ഷെ പോയിന്റ് എന്ത് ചെയ്യണം? അതായത് ചോദിക്കാം. ഇപ്പൊ ഇതുപോലെ ചോദിക്കാം. എന്താ, ഇപ്പൊ ഞാനിപ്പോ ഒരു ചോദ്യം ചോദിച്ചല്ലോ, OPDയുടെ ഒബ്ജക്റ്റീവ് പെടുന്നത് ഏതാണെന്ന് ചോദിച്ചല്ലോ. അതുപോലെ തന്നെ എന്ത് പറയാം? ഔട്ട് പേഷ്യന്റ് സർവീസിന്റെ ഫാക്ടേഴ്സിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്, എന്തൊക്കെ ഉൾപ്പെടുന്നില്ല. അപ്പൊ ഈ 6 പോയിന്റ്സ് അല്ലെങ്കിൽ 4 പോയിന്റ്സ് കൊടുത്തിട്ട് അല്ലെങ്കിൽ 3 പോയിന്റ്സ് കൊടുത്തിട്ട് ഓൾ ഓഫ് ദ എബോവ് കൊടുക്കാം. അല്ലെങ്കിൽ എന്താണ്, ഇത് 6 എണ്ണമല്ലാതെ വേറെ ഒരെണ്ണം ഉൾപ്പെടുത്തിയാൽ എന്താണ്, അത് അല്ലാത്തതാണ് അല്ലെ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാം. അപ്പൊ 6 പോയിന്റ്സ് എന്തായാലും പഠിച്ചു വെക്കാം. ഒബ്ജക്റ്റീവ്സ് ഇപ്പൊ മനസ്സിലായല്ലോ നിങ്ങൾക്ക് എത്രയാ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ആൻസർ എന്താ? Consultation. അതായത് ക്ലിനിക്കൽ ഏരിയയിലെ ഉൾപ്പെടുന്നത് എന്താണ്? ഈ ഒരു കണ്ടോ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. അല്ലെ, ക്ലിനിക്കൽ ഏരിയ ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ഉണ്ട്. ഇതൊക്കെ OPDയുടെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ.
പേഷ്യന്റ് ഏരിയ ആയാലും അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ആയാലും ക്ലിനിക്കൽ ഏരിയ ആയാലും എന്താണ് OPDയുടെ അണ്ടറിൽ വരുന്നതാണ്. അതായത് കൺസൾട്ടേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ് ക്ലിനിക്കൽ ഏരിയയുടെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. അതുപോലെ എക്സാമിനേഷൻ റൂം ഉണ്ട്, ഡ്രസ്സിംഗ് റൂം, ഫിസിയോതെറാപ്പി, ബ്ലഡ് ബാങ്ക്, റേഡിയോളജി, ഇത്രയും കാര്യങ്ങൾ. ആ എന്തെങ്കിലും പറഞ്ഞോ ജിനു? ഇല്ല ഇല്ല അല്ലെ? ഓക്കെ. അപ്പോ ഇത്രയും കാര്യങ്ങള് ക്ലിനിക്കൽ ഏരിയയുടെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. ഇനി ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്താണ്, അത് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ വരുന്നതാണ് അല്ലെ? ഓക്കെ. സ്റ്റോർ റൂം അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിലാണ്, ഫോണ്ട് എവിടെയാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ. റിസപ്ഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പേഷ്യന്റ് ഏരിയയിലാണ്. ഓക്കെ. റിസപ്ഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? പേഷ്യന്റ് ഏരിയയിലാണ്. ഓക്കെ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ എന്താ വരാ? 3 അല്ലേ? ഓക്കെ. ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലെ? പേഷ്യൻസിനെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. OPD നമുക്ക് 2ആയിട്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ്, മറ്റൊന്ന് ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ്. എന്നാൽ പേഷ്യൻസിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ജനറൽ ഔട്ട് പേഷ്യന്റ്, എമർജൻസി ഔട്ട് പേഷ്യന്റ്, റെഫേർഡ് ഔട്ട് പേഷ്യന്റ്. ഓക്കെ. ജാസ്മിൻ, എമർജൻസി ഔട്ട് പേഷ്യന്റ് എന്താ? person giving emergency medical care. ഓക്കെ. തുഷാര, ജനറൽ ഔട്ട് പേഷ്യന്റ് എന്താ? എമർജൻസി അല്ലാത്ത എല്ലാ പേഷ്യൻസും ജനറൽ ഔട്ട് പേഷ്യന്റ്. ഓക്കെ. ഷാരോൺ, റെഫേർഡ് ഔട്ട് പേഷ്യന്റ് എന്താ? ഷാരോൺ, മിസ്സേ റെഫേർഡ് ഔട്ട് പേഷ്യന്റ് എന്താ? a patient referred OPD by his practitioner for specific treatment. ട്രീറ്റ്മെന്റ് അല്ലെ? ഓക്കെ. അതായത് സ്പെഷ്യൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഫിസിഷ്യൻ റെഫർ ചെയ്യുന്ന പേഷ്യന്റിനെയാണ് എന്ത് പറയുന്നത് നമ്മള്? റെഫേർഡ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ആൻസർ എന്താ? ഹു ഈസ് കസ്റ്റമർ സർവീസ് സെന്റേർഡ് എംപ്ലോയി? ഗസ്റ്റ് റിലേഷൻ ഓഫീസർ ആണ് ആര് ഇവിടെ? കസ്റ്റമർ സർവീസ് സെന്റേർഡ് എംപ്ലോയി ആയിട്ട് വരുന്നത് അല്ലെ? ഓക്കെ. ഓക്കെ. ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ? എ ഗസ്റ്റ് റിലേഷൻ ഓഫീസർ, ഓൾസോ നോൺ ആസ് എ ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ. കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ തന്നെയാ? ഗസ്റ്റ് റിലേഷൻ ഓഫീസറാണ്. ഓക്കെ. is a guest relation specialist, is a customer service centered employee who essentially gives. Okay. പിന്നെ അദ്ദേഹത്തിന്റെ ചില റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് വായിച്ചു വയ്ക്കാനും മതി കേട്ടോ. ഓക്കെ. ആരാണെന്ന് അറിഞ്ഞിരിക്കണം ഗസ്റ്റ് റിലേഷൻ ഓഫീസർ. ഇപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത് അതിനകത്ത് വരുന്നത്. ഇപ്പൊ ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിനും ചോദിക്കാം. ഇപ്പൊ എന്താ, OPD അസിസ്റ്റന്റിനെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട് അല്ലെ? കണ്ട, OPD അസിസ്റ്റന്റിന്റെ ജോലി വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോ OPDയിലേക്കുള്ള നെസസറി ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത് OPD അസിസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ കേസ് ഷീറ്റ് അല്ലെങ്കിൽ കേസ് ഓഫ് റിക്വയർമെന്റ്, കേസ് ഷീറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിക്കുന്നത് ആരുടെ? OPD അസിസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റിംഗ് ആവശ്യമാണെങ്കിൽ അത് ചെയ്യുന്നതും ആരാണ്? OPD അസിസ്റ്റന്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, പോയിന്റ് ചെയ്ത് പഠിക്കാനായിട്ട്. ഓക്കെ. പിന്നെ ജനറൽ പ്രോബ്ലം അതുപോലെ തന്നെ സ്പെസിഫിക് പ്രോബ്ലം എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് വായിച്ചു മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ. പിന്നെ ഈ ഒരു ചാർട്ട് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ. ഒന്ന് പറഞ്ഞേ ജാസ്മിൻ, ഒന്ന് പറഞ്ഞേ എങ്ങനെയാണ് OPD പ്രോസസ്സിന്റെ ഒരു ഫ്ലോ എങ്ങനെയാ വരുന്നത്? ഫസ്റ്റ് തുടങ്ങി ഒന്ന് പറഞ്ഞേ. എൻക്വയറി, രജിസ്ട്രേഷൻ, വെയിറ്റിംഗ് ഹാൾ, കൺസൾട്ടേഷൻ റൂം,
investigation facilities, Ah. pharmacy and exit. Okay. തുഷാര, തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ്സിന് എക്സാമ്പിൾ ഒക്കെ ഒന്ന് പറഞ്ഞേ. തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ്സിന് നെബുലൈസർ, ലാരിംഗോസ്കോപ്പ്, ബ്രോങ്കോസ്കോപ്പ്. ബ്രോങ്കോസ്കോപ്പ് അല്ലേ? ഓക്കെ. ജിനു, ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണ് എക്യുപ്മെന്റ്സിൽ വരുന്നത്? ഇൻസ്ട്രുമെന്റ്സ് ജിനു ഇവിടെ ഇല്ലേ? ജിനു, ഷാരോൺ, IV set, ജിനു വന്നോ? പറഞ്ഞേ ജിനു. IV set, ആ tracheostomy, ആ instrument trolley. ഓക്കെ. മാനേജറിയൽ കൺസിഡറേഷനിലുള്ള പോയിന്റ്സ് എന്ന് പറഞ്ഞേ എന്തൊക്കെയാ OPD സംബന്ധിക്കുന്ന? തുഷാര, മാനേജറിയൽ കൺസിഡറേഷൻ. Public relation, warmth, Hmm. respect, minimum waiting, cleanliness, good ambience, canteen, patient hearing, ventilation, water supply, OPD timings. ഓക്കെ. ഈ ജനറൽ പ്രോബ്ലംസ് ഓഫ് OPD, സ്പെസിഫിക് പ്രോബ്ലംസ്, മെത്തേഡ് ടു സോൾവ് ജസ്റ്റ് വായിച്ചു വെക്കാതെ കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. കൂടാതെ നോക്കി ഇതിന്റെ പിക്ചർ തന്നിട്ട് എന്ത് ചെയ്യാം, ഇത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാകാം കേട്ടോ. സാമ്പിൾ ഓഫ് എന്താ പറയാ നോക്കി എക്സ്പ്രഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. ഒരു പിക്ചർ നോക്കിയിട്ട് ഇതെന്താണ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറയും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? ഔട്ട് പേഷ്യന്റ് സർവീസ് ജാസ്മിൻ ഇല്ല, കുഴപ്പമില്ലല്ലോ. അപ്പോ 3, 4, 6 ഈ 3 ചാപ്റ്ററും ക്ലിയർ ആയോ? എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് മനസ്സിലായോ ഇപ്പോ? Yes, teacher. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ഡേ ഏതാ നോക്കിയിട്ട് വരിക? 7, 8. ഐ മീൻ ട്യൂസ്ഡേ. ഇനി ട്യൂസ്ഡേ ആണല്ലോ നെക്സ്റ്റ് വീക്ക് ക്ലാസ് ഉള്ളത്. ഞാൻ പറയാം. 6 കഴിഞ്ഞിട്ട് പിന്നെ 7 ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലേ? Yes, teacher. 7, 8 ഫ്രണ്ട് ഓഫീസ് വർക്ക് ഫ്ലോ. പിന്നെ 9 ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. 3 ചാപ്റ്റർ കേട്ടോ. Okay, teacher. വായിച്ചിട്ട് വരിക, എന്നാൽ മാത്രമേ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ഷാരോൺ മനസ്സിലായോ? മനസ്സിലായി മിസ്സിന്. വായിച്ചിട്ട് വരിക കേട്ടോ. 3 ചാപ്റ്റേഴ്സ് പറഞ്ഞത് വായിച്ചിട്ട് വരിക. ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചിലപ്പോ ഓപ്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാത്രമായിരിക്കും തരുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റും കാര്യങ്ങളും ഒക്കെ വായിച്ചിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? Okay, teacher. ഓക്കെ, താങ്ക് യു. താങ്ക് യു. Thank you.